ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ചിരിക്കുമായിരിക്കും അല്ലേ? അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ മോള് അവളുടെ ട്യൂഷൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടും അവളുടെ ബർത്ത്ഡേയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ ഞങ്ങളും ഒന്ന് ആഘോഷിച്ച്. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി അതിനുശേഷം ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിനി ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് ചെറിയ മുട്ട ആയതുകൊണ്ട് 3 എണ്ണം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു വാം വാട്ടറിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതെനിക്കിതിൽ കിട്ടിയിട്ടില്ല വീഡിയോ. നിങ്ങൾ അതുകൂടെ ചേർത്ത് ഇത് റെഡിയാക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ബീറ്റർ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ബീറ്ററിൽ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിന് പകരം അമേരിക്കാനയുടെ കുക്കീസിൻ്റെ ഒരു ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാനൊരു വലിയ പാൻ, കട്ടിയുള്ള പാന് അടുപ്പിൽ വെച്ച് അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററെല്ലാം നമുക്ക് ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് ഈ ടിന്നൊന്ന് നന്നായിട്ടൊന്ന് തട്ടി ഇതിൻ്റെ അകത്തെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് കേക്ക് ടിന്നൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഈ ഒരു പാനിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ടിന്ന് ഈ പാനിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആവിവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 50-55 മിനിറ്റ് കൊണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 ബൗള് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിത് ഷുഗർ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം തന്നെയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊന്ന് സ്റ്റിഫാക്കി എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതൊന്ന് 2 സ്ലൈസ് ആയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് നമുക്ക് ഷുഗർ സിറപ്പൊക്കെ ആക്കിയിട്ട് അതും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം എല്ലാം ഒന്ന് അതിൻ്റെ ആ ഒരു ഇടയ്ക്കെല്ലാം ഇട്ട് കൊടുത്ത് അതും ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മളിതാ കേക്കിൻ്റെ ഐസിങ് എല്ലാം ഫസ്റ്റ് കോട്ടിംഗ് എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഇതിൽ കുറച്ച് കളറെല്ലാം ആഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ആ ഒരു ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് എൻ്റെ മോൾ അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ വലിയ ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയാൻ വയ്യെങ്കിലും നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ ഒരു ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ വരുമ്പോൾ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ മോളുടെ ട്യൂഷൻ കുട്ടികളെല്ലാം വന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് ചെറിയൊരു സെലിബ്രേഷനൊക്കെ ക്രിസ്മസിൻ്റെയൊക്കെ ആഘോഷവും പിന്നെ എൻ്റെ മോളുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് അന്ന് എൻജോയ് ചെയ്ത് വേറെ എങ്ങും പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇതുപോലെ അടിച്ചു പൊളിച്ച് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ ക്രിസ്മസ് പാപ്പകളൊക്കെയാണ്. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാം, അടിച്ചു പൊളിക്കണം. അതെയോ? ആ സുഹൃത്തിന്റെ പേരെന്താണ്? അശ്വിൻ. അതെയോ? ഒറ്റുന്നാണോ സുഹൃത്തെന്ന് പറയുന്നത്? ഇതാരാന്ന്? വസുമോൻ. വസുദേവനാണോ? പിന്നെ വസു. സുസുക്കി എന്ന് പറയുന്നവരുണ്ട്, വസു.